ഷലോം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദൈവത്തോടു കൂടെ എങ്ങനെ നടക്കാമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ എന്ന് പലരും എന്നോട് സംസാരിച്ചു. അതിൻ്റെ പേരിൽ അത് പഴയ നിയമ ഭക്തന്മാരെ നോക്കിയാലും പുതിയ നിയമ ഭക്തന്മാരെ നോക്കിയാലും ഒത്തിരി പേര് ദൈവത്തോടുകൂടെ നടന്നതാണ്. അപ്പോൾ നമുക്കും ദൈവത്തോടുകൂടെ നടക്കണ്ടേ? എങ്ങനെയാണ് ദൈവത്തോട് നടക്കാമെന്ന് വെച്ചാൽ രണ്ടുപേരും ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാമോ എന്ന് ആമോസ് 3:3 പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഒക്കണമെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് കുക്കിങ്ങിനോടാണ് ഇഷ്ടമെങ്കിൽ ഒരാൾക്ക് ഫുട്ബോളാണ് ഇഷ്ടമെങ്കിൽ അവർക്ക് തമ്മിൽ ഒരിക്കലും യോജിച്ച് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരാൾ ഭയങ്കര ബിസിയാണ്, പക്ഷെ ഒരാൾ എപ്പോഴും ഫ്രീയാണ്. അപ്പോൾ നിന്നെ ഒന്ന് കാണാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചെങ്ങനെ ഇരിക്കും. പക്ഷെ അപ്പോൾ രണ്ടുപേർക്ക് തമ്മിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഒരേപോലെ പോവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ആധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ബേസിൽ നമ്മൾ ഇപ്പോൾ ഒരാളെ ഇന്ന് പരിചയപ്പെട്ടു, നാളെ അയാൾ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു മാസം ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നീട് വിളിക്കുന്നതെങ്കിൽ ആ ഫ്രണ്ടായിട്ട് നമുക്ക് യാതൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാവണമെന്നില്ല. പക്ഷേ കുറച്ച് ഇപ്പോൾ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടു, ഡെയിലി ബേസിൽ നമ്മൾ ആ വ്യക്തിയായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് വളർന്നു വരും അല്ലേ. അതുപോലെ തന്നെയാണ് ദൈവമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ദൈവത്തോട് നമുക്ക് അപ്പോൾ എന്ത് സംസാരിക്കണം എന്നാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ അത് മൊത്തം ചെന്ന് ദൈവത്തോട് പറയാം. ദൈവം എന്താ പറയുക, എല്ലാം നമ്മളെ കേൾക്കാൻ നമ്മുടെ പിതാവല്ലേ. മക്കളെ എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ആവലാതികൾ, നമ്മുടെ പെറുവെറുപ്പ്, നമ്മുടെ മുറിവെറുപ്പ്, നമ്മുടെ സങ്കടം, പ്രയാസം, നിരാശ എന്തൊക്കെയാണോ അത് മുഴുവൻ ഒരു ദിവസം നടന്ന എന്തൊക്കെയാണോ അത് മൊത്തം ദൈവത്തോട് അങ്ങ് ചെന്ന് പറയാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വേണം. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് അത് വളരില്ല, ഫ്രണ്ട്ഷിപ്പ് വളരില്ല. അതുപോലെ ഡെയിലി ബേസിൽ നമ്മൾ ആ വ്യക്തിയുമായിട്ട് എങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നു അതുപോലെ ദൈവത്തെ നമ്മൾ അറിയാൻ തുടങ്ങും. ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങൾ അറിയണ്ടേ, എന്നാലല്ലേ ആ വ്യക്തിയുടെ കൂടെ പോകാൻ പറ്റുള്ളൂ, ഒന്നിച്ച് നടക്കാൻ പറ്റുള്ളൂ. അതുപോലെ ദൈവമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വരുന്തോറും അതിനെ പ്രാർത്ഥന, അന്യഭാഷ ഇതെല്ലാം ഉപകരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ ദൈവമായിട്ടുള്ള ആ കൂട്ടായ്മയിൽ എത്തിച്ചേരാം.